മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയാണ് കണ്ണനോട് ഒറ്റയ്ക്ക് മേഘനാഥനെ കാണാൻ വേണ്ടി തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് വരാൻ പറയുന്നത്. ഈ സമയത്ത് കണ്ണൻ മഹാലക്ഷ്മിയോടൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്കൊക്കെ ആകെ സംശയമാവുന്നുണ്ട്. അവനെന്തിനാ ഒറ്റയ്ക്ക് ചെല്ലാൻ പറഞ്ഞേ, ഞാൻ കൂടെ വരാടാന്ന് അനന്ത് പറയുമ്പം അത് വേണ്ട, അവരുടെ കാഴ്ചപ്പാടിൽ ഞാനും നീയും ഇപ്പോൾ വഴക്കിലില്ല, അതുകൊണ്ട് നീ വന്നാൽ അവർക്ക് സംശയമാവും, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, വേറെ എങ്ങോട്ടും അല്ലല്ലോ തോമസ് ഡോക്ടറുടെ അടുത്തേക്കല്ലേ, അതുമാത്രമല്ല അവിടെ സാഗറും ഉണ്ടല്ലോ എന്ന്. അങ്ങനെ ഈ കണ്ണനാണെങ്കിൽ ഡ്രൈവറെയും കൂട്ടി തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവറോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞിട്ട് വീൽ ചെയറിൽ തന്നെയാണ് കണ്ണൻ ഈ മേഘനാഥൻ്റെ റൂമിലോട്ട് ചെല്ലുന്നത്. റൂമിൽ ചെന്നതും മേഘനാഥനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, എടാ എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ സംശയമുണ്ട്, എന്തായാലും അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ നിന്നെ കൂടി വിളിച്ചു വരുത്തിയത്, എന്നാൽ എന്താണെന്ന് വെച്ചാൽ നീ ചോദിച്ചോ, ഞാനതിന് മറുപടി പറയാമെന്ന് പറയുമ്പം അത് അങ്ങനെ പറയാനൊന്നും പറ്റില്ല, എന്തായാലും നമുക്ക് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയി വേണം സംസാരിക്കാമെന്ന്. അപ്പോൾ തന്നെ കണ്ണനക്ക് ഒരു സംശയം തോന്നിയിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോകണേ എന്തിനാടാന്ന് ചോദിക്കുമ്പം, അന്നേരം നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാമല്ലോ, ഇവിടെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാലോ നമ്മളുടെ സംസാരം അവർ കേൾക്കൂലായിരുന്നു. ആ സമയത്ത് കണ്ണനക്കാണെങ്കിൽ കണ്ണൻ നടക്കുമെന്നുള്ള വിവരം മേഘനാഥനെ അറിയില്ല എന്ന് കരുതി കണ്ണന് സംശയമൊന്നും തോന്നണില്ല. ഈ സമയത്ത് സാഗറാണെങ്കിൽ തോമസ് ഡോക്ടറുടെ കാറുമായിട്ടും കൂടി വരുന്നുണ്ട്. വരുന്ന സമയത്ത് അവിടെ കിടക്കുന്ന കാറ് കാണുമ്പം ഇത് കണ്ണൻ സാറിൻ്റെ കാറാണല്ലോ, അപ്പോൾ കണ്ണൻ സാർ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് കണ്ണൻ്റെ ഡ്രൈവറെ അവിടെ വെച്ച് കാണുന്നത്. ഡ്രൈവറെ കണ്ടതും ആ ചേട്ടനും അപ്പോൾ കണ്ണൻ സാർ അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മേഘനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് കണ്ണൻ സാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതെന്തിനാ അവൻ കണ്ണൻ സാറിനെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, കണ്ണൻ സാറ് മേഘൻ്റെ റൂമിലോട്ട് പോയി, എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടാണ് സാറ് പോയത്. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മേഘനാഥനും കണ്ണനും കൂടി വെളിയിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സാറ് എന്നിട്ട് എന്താ കണ്ണൻ സാർ ഇവിടെ വന്നേക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഈ മേഘനെ ഒന്ന് കാണാൻ വന്നതാന്ന് പറഞ്ഞു. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട്, താൻ എന്തായാലും ഇവിടെ നിൽക്ക്, ഞാൻ മേഘൻ്റെ കൂടെ ഒന്ന് വെളിയിൽ പോയിട്ട് വരാമെന്ന്. അന്നേരം ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, സാറ് എവിടെ പോണേ, നമ്മുടെ വണ്ടിക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ആ എന്താണോ തൻ്റെ വണ്ടിയിൽ മാത്രമാണോ പോകാൻ പറ്റുള്ളൂ, എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയാൽ എന്താ തനിക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവറാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഈ സമയത്ത് സാഹറിനും ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് ഈ മേഘൻ്റെ വണ്ടിയിൽ കണ്ണനെ കൊണ്ടുപോകണേനോട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, താൻ ടെൻഷനാകുമൊന്നും വേണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ മേഘൻ്റെ കൂടെ പോയിട്ട് വരാം, താൻ ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന്. അങ്ങനെ കണ്ണനും ഈ മേഘനാഥനും കൂടി കാറിൽ കയറി പോയതും സാഗർ ചോദിക്കുന്നുണ്ട്, മേഘൻ കണ്ണൻ സാറിനെ കൊണ്ട് എവിടെയാണ് പോയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ലല്ലോ സാറേ, എന്തായാലും അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, അയാൾ സാറിനെ ചതിക്കും, അയാൾ അപകടകാരിയാണ്. ആ സമയത്ത് സാഗറും പറയുന്നുണ്ട്, ഇനിയിപ്പം കണ്ണൻ സാറും മഹാലക്ഷ്മിയും നടത്തുന്നത് നാടകമാണെന്ന് മനസ്സിലായിട്ട് അവൻ കണ്ണൻ സാറിനെ അപായപ്പെടുത്താൻ കൊണ്ടുപോകണയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്, എന്തായാലും നമ്മൾ വേറെ ആരെങ്കിലും വിളിച്ച് വിവരം പറയണതാണ് നല്ലതെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തോമസ് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. തോമസ് ഡോക്ടർ വന്നതും ചോദിക്കുന്നുണ്ട്, കണ്ണൻ വന്നിട്ട് കണ്ണനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ സാറ് മേഘൻ്റെ കൂടെ പുറത്തേക്ക് പോയിരുന്നു. ആ സമയത്ത് തോമസ് സാറ് ചോദിക്കുന്നുണ്ട്, ആ എന്തിനാ മേഘൻ്റെ കൂടെ പുറത്തേക്ക് പോയി, അപ്പോൾ നിങ്ങളാരും കൂടെ പോവാതിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോകണോളൂ എന്നും പറഞ്ഞിട്ടാണ് പോയത്, മേഘൻ കണ്ണൻ സാറിനെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയെന്ന് പറയുമ്പം അതിലെന്തോ ചതിയുണ്ടല്ലോ, എന്തായാലും ഈ വിവരം ഇപ്പം തന്നെ മാർക്കോനെയും മഹാലക്ഷ്മിനെയൊക്കെ വിളിച്ച് അറിയിക്കണമെന്നും പറഞ്ഞ് തോമസ് ഡോക്ടർ ഫോണെടുത്ത് വേഗം തന്നെ മാർക്കോയെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മേഘനാണെങ്കിൽ കണ്ണനെയും വണ്ടി കയറ്റിക്കൊണ്ട് പോകാണ്. പോണ വഴിക്ക് മേഘൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും നീ ഇപ്പോൾ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ, നിന്നെ ഞാൻ എന്ത് ചെയ്താലും ആരും അറിയില്ല, അതുമാത്രമല്ല നിന്നെ ഞാൻ കൊന്നു എന്നിപ്പോൾ ആരെങ്കിലും അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ജയിലിൽ പോയാലും നീ നല്ലോണം നടക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല, നീ ഒരിക്കലും നല്ലോണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല, നിനക്കൊരു ജീവിതം കിട്ടാനും ഞാൻ അനുവദിക്കില്ല, ഇനിയിപ്പോൾ നിൻ്റെ ഭാര്യയും കുഞ്ഞും ഒക്കെ ആയിട്ട് നീ സുഖമായിട്ട് ജീവിക്കാമെന്ന് ഓർത്തല്ലേ ഇരിക്കണം, അങ്ങനെ ഒരു ജീവിതം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ കണ്ണനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ മേഘ നീ എന്നെ വിളിച്ചുകൊണ്ട് പോണേ, നമ്മളിത് എങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കുമ്പം, എന്താടാ കണ്ണ നിനക്കെന്നെ വിശ്വാസമല്ലേ, നീ സമാധാനമായിട്ടിരിക്കുക, നിന്നെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോകണമെന്നല്ല, നമുക്ക് കുറച്ച് ദൂരെ പോയി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഈ മേഘനാഥനാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ആ സമയത്ത് സംശയങ്ങളൊന്നും തോന്നണില്ല, കാരണം മേഘനക്ക് കണ്ണൻ എഴുന്നേറ്റ് നടന്നു എന്നുള്ള വിവരം അറിയുമെന്ന് കണ്ണനക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ കണ്ണൻ മേഘനാഥനെ വിശ്വസിച്ച് തന്നെ ഇരിക്കുകയാണ്. പിന്നീട് നമ്മളുടെ സാഗറാണെങ്കിൽ മഞ്ജുവിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. മഞ്ജു അത് കേട്ടതും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ, ഇതിലെന്തെങ്കിലും ചതിയുണ്ട് സാഗരേട്ട, ആ മേഘൻ ഒന്നും കാണാതെ കണ്ണേട്ടനെ അങ്ങനെ കാറിൽ കയറ്റി കൊണ്ടുപോകില്ല, അതുമാത്രമല്ല
അവിടെ ഇരുന്ന് സംസാരിക്കേണ്ടതിന് പകരം ഒറ്റപ്പെട്ട ഏതോ സ്ഥലത്തേക്കല്ലേ കണ്ണേട്ടനെ കൊണ്ട് പോയേക്കണേ. ഇതിൽ എന്തോ ചതിയുണ്ട്, നമ്മൾ സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് മാർക്കോയൊക്കെ വിളിച്ച് വിവരം പറയാമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, തോമസ് ഡോക്ടർ മാർക്കോയെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നീ ലക്ഷ്മി അടുത്തിയുടെ അടുത്തേക്ക് ചെല്ല്. ലക്ഷ്മി അടുത്തിനെയും വിളിച്ച് ഡോക്ടർ കാര്യം പറഞ്ഞിട്ടുണ്ട്. എടുത്ത് ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. എന്തായാലും കണ്ണൻ സാറിനെ മേഘന എങ്ങോട്ടാ കൊണ്ടുപോയേക്കണേന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും ആ വണ്ടിയെ ഫോളോ ചെയ്ത് പോയാലേ പറ്റുള്ളൂ എന്ന്. ഈ സമയത്ത് നമ്മളുടെ തോമസ് ഡോക്ടറാണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിച്ച് വിവരം പറഞ്ഞതും മഹാലക്ഷ്മി ഈ വിവരം അനന്തുവിനോടും ലേഹയോടും പറയുന്നുണ്ട്. ആ സമയം അനന്ത് പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു ചതിയുണ്ട്. കണ്ണനെയും കൊണ്ട് അവൻ പോയത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചാണോന്ന് അറിയില്ല. എന്തായാലും ഞാൻ മാർക്കോനെ വിളിച്ച് വിവരം പറഞ്ഞിട്ട് ഞാനും കൂടി പോയി നോക്കട്ടെ. കണ്ണനെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അനന്ത് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഞ്ജുവിനെ കണ്ടതും മഹാലക്ഷ്മി വന്നിട്ട്, എന്താ മഞ്ജു നീ ഇപ്പോൾ വന്നേന്ന് ചോദിക്കുമ്പോൾ അതെടുത്ത് ആ മേഘൻ്റെ കൂടെ കണ്ണേട്ടനെ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. സാഗരേട്ടൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് സാഗരേട്ടനെയൊന്നും കൂട്ടാതെ മേഘൻ കണ്ണേട്ടനെ മാത്രം കൊണ്ടുപോയിരിക്കുന്നത്. അതുമാത്രമല്ല കണ്ണേട്ടൻ്റെ ഡ്രൈവറും ഇപ്പോൾ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ നിൽക്കാം, കണ്ണേട്ടൻ തിരിച്ചു വന്നിട്ട് പോരാന്നും പറഞ്ഞ്. ഇനിയിപ്പോൾ അയാൾ കണ്ണേട്ടനെ എന്തെങ്കിലും അപായപ്പെടുത്താൻ കൊണ്ടുപോയേക്കണതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഏടത്തിയോട് വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും മാർക്കോയും അനന്തവേട്ടനൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാ അവൻ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പം അതിലെന്തെങ്കിലും ചതി ഉണ്ടാവും, പോകണ്ടാന്ന്. ഇനിയിപ്പോൾ കണ്ണേട്ടന് എഴുന്നേറ്റ് നടന്ന കാര്യം അവൻ മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തേക്കണമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഏതായാലും ചിലപ്പോൾ ആ ഒരു ഗുണ്ട കണ്ണേട്ടൻ നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അയാൾക്കിനി സംസാരശേഷി കിട്ടിയിട്ട് അയാൾ മേഘനോട് പറഞ്ഞിട്ടുണ്ടാവും കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കൂ എന്നുള്ള വിവരം. അപ്പോൾ മേഘന് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. ഏടത്തിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണേട്ടനാണെന്നും കണ്ണേട്ടൻ സാധാരണ മനുഷ്യരെ കൂട്ട് നടക്കുമെന്നും. അപ്പോൾ പിന്നെ കണ്ണേട്ടനെ വകവരുത്താനല്ലേ അവൻ നോക്കുകയുള്ളൂ. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും എനിക്ക് രാവിലെ തൊട്ട് എൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര ഒരു വെപ്രാളവും വിഷമോ, കണ്ണേട്ടനൊരു ആപത്തും വരാതെ കാക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയാണ് ഇങ്ങനെ മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി എപ്പോഴും കാണുന്ന ആ ഒരു അമ്മ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥനാനിരതയായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ കണ്ണ് തുറന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കണ്ണമോനെ ആപത്തിപ്പെടുത്താൻ കൊണ്ടുപോയിരിക്കുന്ന ആ ഒരു അസുരനെ ഇനി വെറുതെ വിടാൻ പാടില്ല, ആ അസുരന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മാർക്കോയ്ക്ക് തോമസ് ഡോക്ടറുടെ കോൾ വന്നതും മാർക്കോ ലോപ്പസിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് മേഘൻ്റെ വണ്ടി പോയ റൂട്ട് ഏതാണെന്ന് നോക്കി അതിൻ്റെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയണില്ല. മാർക്കോയും ലോപ്പസും മേഘനെ ഫോളോ ചെയ്ത് വരുന്ന കാര്യമൊന്നും. മേഘനാഥൻ വിചാരിക്കുന്നത് ഇന്നത്തോടുകൂടി കണ്ണൻ്റെ മരണം ഉറപ്പിക്കണമെന്ന് തന്നെയാണ്. ഈ സമയത്ത് നമ്മളുടെ മാർക്കോയും ലോപ്പസും ഈ മേഘനെ തന്നെ ഫോളോ ചെയ്ത് വരുന്ന വിവരമൊന്നും മേഘന അറിയില്ല. പക്ഷേ കണ്ണനക്ക് ഒരറിവ് കിട്ടിയിട്ടുണ്ട്, മാർക്കോയൊക്കെ കണ്ണൻ്റെയും മേഘൻ്റെയും വണ്ടീനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് കണ്ണന് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. ഇതേസമയം അവർ വിജനമായ ഒരു സ്ഥലത്ത് വണ്ടി എത്തി. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നമ്മളെന്തിനാണ് മേഘ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം ഇവിടെ ആകുമ്പോൾ ജനത്തിരക്കൊന്നുമില്ലല്ലോ, ആരുമില്ലാതെ സ്വസ്ഥമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും, അതിന് ഇത്രയും വിജനമായ ഈ കുന്നിൻ്റെ മുകളിൽ വരണമായിരുന്നു എന്ന് ചോദിക്കുമ്പം എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഇതാന്ന് പറയുന്നു. ആ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡിക്കി തുറന്ന് കണ്ണൻ്റെ വീൽ ചെയർ എടുത്ത് കണ്ണനെ അതിലേക്ക് ഇരുത്താനായിട്ട് വീൽ ചെയർ ഉന്തിക്കൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കണ്ണൻ്റെ അടുത്ത് വന്നതും കണ്ണൻ വീൽ ചെയറിലേക്ക് ഇരിക്കാനായിട്ട് പോണ സമയത്ത് നമ്മളുടെ മേഘനാണെങ്കിൽ ആ വീൽ ചെയർ പതിയെ പുറകോട്ട് വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനക്ക് അറിയില്ലല്ലോ വീൽ ചെയർ മേഘം വലിക്കുമെന്ന്. അങ്ങനെ മേഘം വീൽ ചെയർ വലിച്ചതും കണ്ണനാണെങ്കിൽ വീഴാൻ പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ണൻ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടതും മേഘനക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഗുണ്ട പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമെന്ന്. ആ സമയത്ത് മേഘൻ കാണുന്നതൊന്നും ഈ കണ്ണനക്ക് ഓർമ്മയില്ല. അങ്ങനെ കണ്ണൻ നിൽക്കണ ആ ഒരു കാഴ്ച കണ്ടിട്ട് മേഘൻ ചോദിക്കുന്നുണ്ട്, അപ്പം നീ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയില്ലേടാ എന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ കണ്ണനാകെ ഷോക്കാവുന്നുണ്ട്. താനിപ്പോൾ മേഘൻ്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ള കാര്യം ഓർമ്മ വന്നതും കണ്ണനാണെങ്കിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് എന്തോ പറയാൻ തുടങ്ങുന്ന സമയത്ത്, ഞാൻ ഇത് അറിഞ്ഞടാ, ഞാൻ അറിഞ്ഞിട്ട് തന്നെ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ, ഇനി നീ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല, നിൻ്റെ ജീവിതം ഇതോടുകൂടി തീർന്നു, നിന്നെ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാനാണ് ഞാൻ ആരുമില്ലാത്ത ഈ സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ
കണ്ണനെ കൊല്ലാനായിട്ട് മേഘനാഥൻ തോക്കെടുത്ത് കണ്ണൻ്റെ നേരെ ചൂണ്ടുന്നുണ്ട്. ആ സമയത്ത് തന്നെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ മേഘ ഈ കാണിക്കണേന്ന് ചോദിക്കുമ്പം, എന്താ കാണിക്കണേന്ന് നിനക്ക് മനസ്സിലായില്ലടാ, നീയും നിൻ്റെ ഭാര്യയും ചേർന്ന് പല പ്രാവശ്യം എന്നെയും എൻ്റെ വീട്ടുകാരെയും മണ്ടന്മാരാക്കി. എന്തായാലും നീ നടന്നു തുടങ്ങിയ കാര്യത്തിൽ എനിക്ക് കുറേ നാൾ മുമ്പോട്ടേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ പലരോടും പറഞ്ഞെങ്കിലും അവരാരും അത് വിശ്വസിച്ചില്ല. ഇപ്പം എനിക്കത് പൂർണ്ണ വിശ്വാസമായി. ഇനി എന്തായാലും നീ ജീവനോടെ ഇരുന്നാൽ അതെനിക്ക് ആപത്താണ്. നിൻ്റെ സ്വത്ത് ഞാൻ ഒരുപാട് മോഹിച്ചു പോയതാ. ആ സ്വത്ത് എനിക്ക് തന്നെ കിട്ടണം. ഇനി നീ ഈ ലോകത്ത് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് മേഘനാഥനാണെങ്കിൽ തോക്കെടുത്ത് കണ്ണൻ്റെ നേരെ ചൂണ്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും മിക്കവാറും നമ്മുടെ മാർക്കോയും ലോബസും വന്ന് ഈ കണ്ണനെ രക്ഷിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ ബൈ.